ഇന്ന് ഞങ്ങളുടെ ബട്ടൺ ഡേക്കുള്ള രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഞങ്ങൾ ഈ കാണുന്ന ലോഡ്ജിലാണ് സ്റ്റേ ചെയ്തത്. പക്ഷേ വലിയ ഹോട്ടലിലൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉള്ളിൽ സിറ്റിയായ റോഡിലോട്ട് നമ്മൾ ആൾതാമസമുള്ള സ്ഥലത്തോട്ട് പോകണം. ഇവിടെ വെച്ചാൽ വലിയ ആൾതാമസമൊന്നും ഉള്ളതല്ല, ഈ ഹൈവേ പോകുന്നതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് കുഴപ്പമില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് റോക്കിയെ കൊണ്ടുപോയി അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, അവന് ഫുഡെല്ലാം കൊടുത്തു, ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. ഇനി രാവിലെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ രാത്രി 10 മണി കഴിഞ്ഞു. പക്ഷെ അവനെ കുളിപ്പിച്ചു, നമ്മളെല്ലാവരും കുളിച്ചു, ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡൊന്നും കേടൊന്നും ആയില്ലായിരുന്നല്ലോ ഇന്നലത്തെ. എന്തായാലും ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ അധികം വെളിയിൽ നിന്ന് ആഹാരം മേടിച്ചിട്ടില്ല. വെള്ളം മാത്രമല്ല, വെള്ളവും ഒരേ കരിക്കും കുടിച്ചതായിരുന്നു നമുക്ക് ഇന്നലെ ചിലവായത്. പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലേ, താമസമെല്ലാം കുഴപ്പമില്ലായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫെസിലിറ്റി ഒന്നുമില്ല. ഒരു രാത്രി കിടന്ന് ഉറങ്ങാം. ഇനിയോ യാത്ര? നീ ശാലു, ഇന്ന് രാവിലെ എന്തൊക്കെ സംഭവിച്ചെന്ന് വല്ലതും അറിഞ്ഞോ നീ? ഇവള് നന്നായിട്ട് ഉറങ്ങി വിനോട്ടാ, സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ അവനും ഉറങ്ങി, റോക്കി നന്നായിട്ട് ഉറങ്ങി. അതിന് ഒരു രസം കേൾക്കണോ ശാലു? ഞാൻ 2 മണിയായപ്പോ എന്റെ ഉറക്കം ഉണർന്നു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ചോറിന് വെള്ളം വെച്ചു. 2 മണി കുറച്ച് എന്നിട്ട് അങ്ങനെ ഇങ്ങനെ വന്നിട്ട് നോക്കി. പിന്നെയും ഒന്ന് ഉറക്കം വരുന്നുണ്ട്, പിന്നെ എന്നാലും ഉണരുന്നുണ്ട്. ഉറങ്ങിപ്പോവോ എന്നുള്ള ചിന്തയില്. പിന്നെ കറക്റ്റ് 3 മണിയായപ്പോ എഴുന്നേറ്റ് ഞാൻ ചോറിന് വെള്ളം വെച്ചു. അരി കഴുകി ഇട്ടതിന് ശേഷമാണ് ചേട്ടൻ എഴുന്നേറ്റത്. ചേട്ടൻ എഴുന്നേറ്റപ്പോ 4:30 ആയില്ലേ? കണ്ടായിരുന്നു, ഞാൻ കണ്ടു. ചേട്ടൻ കാല് കിടന്ന് ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു, തണുപ്പ് പിടിച്ചിട്ട്. തണുപ്പുണ്ടായിരുന്നോ? പക്ഷെ എനിക്ക് ഞാൻ തറയില്ല കിടന്ന കേട്ടോ. ആ 2 കമ്പിളിയും വെച്ച് തറയിൽ സുഖമായിട്ട് കിടന്നു. പക്ഷെ റോക്കി ഒന്നും അറിഞ്ഞില്ല. റോക്കി എന്ന് വെച്ചാൽ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഇല്ല, അല്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ എഴുന്നേറ്റ് എന്റെ അടുത്തോട്ട് വന്നേ. പിന്നെ എനിക്ക് അവിടെ ഇരിക്കും, തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കമ്പിളിയും പുതച്ച് അവിടെ ഇരുന്നിട്ടല്ലേ ആ ചോറ്. ഈ അരിയുടെ വേഗം എനിക്കറിയത്തില്ലായിരുന്നു. ഇട്ട അളവും കൂടിപ്പോയി. പക്ഷെ ആ കലത്തിനകത്തെ അങ്ങ് നിറഞ്ഞു പോയി. പിന്നെ അവിടെയൊക്കെ ആയി കഴിഞ്ഞാൽ വൃത്തിയാക്കണ്ടേ. ആ അടിപൊളിയായിരുന്നു ചേട്ടാ, ഒത്തിരി ഉപകാരപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ രാത്രിയിലും മുട്ട അതിനകത്ത് പുഴുങ്ങി, ഇന്ന് രാവിലെയും പുഴുങ്ങി. പക്ഷെ വേറൊരു കാര്യം, അത് നമ്മൾ ഓഫ് ആവത്തില്ലേ, ഉടനെ അതിനെ എടുത്ത് തണുത്ത വെള്ളത്തിലിടണം. അല്ല എങ്കിൽ വീണ്ടും അതിന് ചെറിയ ആ പാത്രം ചൂട് വരുന്നുണ്ടല്ലോ, ആ വെള്ളമയം മാറുമ്പോഴാണ് ഈ മുട്ട പൊട്ടുന്നത്. പിന്നെ പൊട്ടിയിരുന്ന മുട്ട മാത്രമേ പൊട്ടുന്നുള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. തുടങ്ങാറായോ? പക്ഷെ ഇന്നലെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അധികം ദൂരം വന്നില്ലല്ലോ. ഒത്തിരി ദൂരം വന്നിട്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു 20-25 കിലോമീറ്റർ വരുമ്പോൾ വരുന്നുണ്ടോ? മറ്റേത് ഒരു 50 കിലോമീറ്റർ കടുപ്പിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കേരളത്തിൽ വരുന്നത്. പക്ഷെ ഇതുവരെയ്ക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, യാത്ര സുഖമായിരുന്നു. എന്തായാലും ട്രിവാൻഡ്രത്തിന് പോകും നമ്മൾ. ഇത് കേരളത്തിന് പോകുമ്പോഴത്തേക്ക് ഇവിടെ എന്നാ പറയുന്നത്, ടോൾ പ്ലാസ വരുന്നത് അടുത്തടുത്താ വരുന്നേ. ശാലു ഓക്കെ അല്ലേ? എന്തായാലും നമ്മള് കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല, ഒരേ ഗ്രീൻ ടീ കുടിച്ചു. ശാലു അതും കുടിച്ചിട്ടില്ല. ശാലു ഷർദിലിന്റെ ഗുളിക കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. ഇനി അത് ബാക്കിലാണ്, ഓർത്തില്ല അതിന്റെ കാര്യം. പക്ഷെ എനിക്ക് രാവിലെ ചെറിയൊരു തലവേദനയുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. കാരണം കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ബാക്കി വരുന്നില്ല മോനെ. എനിക്ക് നാളെയും ഇന്ന് രാത്രിയും രാവിലത്തേക്കുള്ള കാര്യങ്ങളും നോക്കണം. അപ്പൊ മക്കൾക്ക് പോയി സുഖിച്ച് ഉറങ്ങിയാൽ മതിയല്ലോ, ഒന്നും അറിയുന്നില്ലല്ലോ കാര്യങ്ങള്. അപ്പൊ നമ്മുടെ യാത്ര കുഴപ്പമില്ലാതെ അങ്ങോട്ട് എത്തിയാൽ മതിയല്ലേ. പക്ഷെ കൃഷി സ്ഥലങ്ങളാട്ടോ, പക്ഷെ ഇല്ല. ഓ
നമ്മളിപ്പോ സമയം എത്രയായി? സമയം 7:00 നമ്മൾ ഇന്നലെ എത്ര മണിയായപ്പോഴത്തേക്ക് നിർത്തിയേ? 8:30 പക്ഷെ നമ്മൾ ആദ്യം വിളിച്ചു ചോദിച്ചാൽ അവിടെയാണ് പോയിരുന്നെങ്കിൽ ഒരു 9-10 മണിയാവുമായിരുന്നു. എന്നാ പക്ഷെ ഇന്നിപ്പോ ഈ സമയത്ത് നമുക്ക് പറ്റില്ല, നമ്മൾ ക്ഷീണമാവുമായിരുന്നു നല്ല. പക്ഷെ എന്തായാലും ആ വഴിക്ക് അത് കണ്ടത് നന്നായി. ചേട്ടായി ഞാൻ ചോദിച്ചിട്ട് 10 മണിയാവുമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ 10-10:30 ആയപ്പോൾ കിടന്നു. വീണ്ടും 10 മണിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര മണി കിടക്കും? 12 മണി കിടക്കും. പിന്നെ ഉറക്കം ശരിയാവുമോ? ഇതിപ്പോ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തലവേദനയുടെ മരുന്ന് അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. തല ഇങ്ങനെ ഇതാവുന്നു. എന്താ പറ്റിയ? ഉറക്കത്തിന്റെയാ. 2 മണിയായപ്പോ അങ്ങ് ഉണർന്നു പോയി. ഇതിന് അവിടെ ചെന്നതിന് ശേഷമൊക്കെ നമുക്ക് നടക്കുള്ളായിരിക്കും അല്ലേ നമ്മുടെ വീഡിയോ? അത്ര ലേറ്റ് ഒന്നും ആവൂല. നമ്മുടെ മറ്റുള്ള വീഡിയോകള് ഒപ്പം തന്നെ ഇതും ഉണ്ടാവും. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത്. അപ്പൊ ഒരു ഹാൻഡ് പമ്പ് കണ്ടു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം അടിച്ച് കൈ കഴുകാം. ശാലു അടിക്കുന്നത് ഞാൻ ഓൺ ചെയ്യുന്നേ. ഓക്കെ. ടിഷ്യൂ നടക്കട്ടെ. ഒരു ചവ വെള്ളത്തിനൊരു വല്ലാത്തൊരു ചവ. മതി. ശാലിന് എന്താ കഴിക്കാൻ വേണ്ടേ? ഒരു ഇരുമ്പിന്റെ ഒരു ഇരുമ്പിന്റെ. ശാലിന് ബ്രെഡും ജാമും തരട്ടെ? ബ്രെഡും ജാമും മതി. ബിഞ്ചേട്ടാ ഈ ബാക്കിൽ നിന്ന് വെള്ളം എടുക്കണേ റോക്കിക്ക് കൊടുക്കാൻ. ഞാൻ അവക്ക് പിന്നെ ബ്രെഡും ജാമും തേക്കട്ടെ. ചേട്ടായിക്ക് എന്താ വേണ്ട? ചപ്പാത്തിയും ജാമും മതിയോ? അത് അച്ചാർ വേണോ? ഞാൻ ചപ്പാത്തി കഴിച്ചോളാം. എന്നാ ബാ ശാലു വാ. അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതാ ഇത് രണ്ടെടുത്തോ. നീ അങ്ങനെ പൊടിഞ്ഞു പോകും, പാത്രത്തിലെടുത്തോ. വെള്ളം എടുക്കണം. അവന്റെ അടുത്ത് അവന് പൊടിയാവേ. പണ്ടുണ്ടല്ലോ ശാലു, നീ ചെറുതായിരുന്നപ്പോ ഇതുപോലെ ആയിരുന്നു, ചപ്പാത്തിയും ജാമും തേച്ചാ തന്നു വിട്ടോണ്ടിരുന്നു. ഓർമ്മയുണ്ടോ ശാലുമോക്ക്? ഇല്ല. ഇതുപോലെ ചപ്പാത്തി ഇങ്ങനെ റോൾ വെച്ച് ചപ്പാത്തിയും അതിനകത്ത് ആലുക്കറിന്റെ അകത്ത് സോസ് മിക്സ് ചെയ്ത് റോൾ ചെയ്ത് ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ശാലു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നല്ലോ. ചപ്പാത്തി ഒന്നും കേടായില്ലല്ലോ? അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിച്ചു. അപ്പോഴത്തേക്ക് ചെറിയൊരു ചൂട് തോന്നി. അപ്പൊ ആ തണുപ്പത്തെ ഡ്രസ്സെല്ലാം അങ്ങ് മാറ്റി ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത യാത്ര തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് പോകാം. കൊച്ചുങ്ങളെ കൊണ്ടുപോകണതൊക്കെ മക്കളെ അത് വണ്ടി കൊച്ചുങ്ങളെ ജോലിക്ക് കൊണ്ടുപോകുന്നതല്ല. അതായത് അവര് വലിയൊരു ജോലിക്ക് പോകുന്നില്ലേ, അതിൽ ആ ഡ്രൈവറിന് ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തതാണ് ആ ഒരു കൊച്ചു വന്നത്. അത് അതിന്റെ അച്ഛനെന്തോ ആഹാരം കൊണ്ട് കൊടുത്തത്. അത് അവിടുന്ന് ക്രോസ് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ കണ്ടു. അതാ ഞാൻ പറഞ്ഞ, ഈ യാത്രക്കിടയിൽ നീ ഇപ്പഴല്ലേ കണ്ടുള്ളൂ. ഈ യാത്രക്കിടയിൽ മിക്ക സ്ഥലത്തും ഈ പട്ടിയെ ഇടിച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. അത് കുറച്ചു മുമ്പ് ആ പെട്രോൾ പമ്പിന്റെ അവിടെ ഉണ്ടല്ലോ, പെട്രോൾ പമ്പിന്റെ അവിടെ ഒരു പട്ടി ഇങ്ങനെ. പക്ഷെ ഈ ആള് ഇങ്ങനെ താമസമില്ലാത്ത സ്ഥലമായോണ്ടേ ഇങ്ങനെ കിടന്നാലും വണ്ടിയിൽ കയറി ഇറങ്ങി അങ്ങ് പോകുന്നതേ ഉള്ളൂ. അതിനടുത്ത് മാറ്റുന്നില്ലല്ലോ. പക്ഷെ നല്ല ആൾ താമസം ഉള്ളതും അങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലമായിരുന്നെങ്കിൽ അവര് ഓപ്പറേഷൻകാരെങ്കിലും വന്ന് എടുത്ത് മാറി എന്തെങ്കിലും ചെയ്ത് തന്നെ. ഇന്ന് രാവിലെ നമുക്ക് പറ്റൂലായിരുന്നു. ഇന്നലെ രാവിലെ നമുക്ക് പറ്റുമായിരുന്നത്. അത് ഇന്നലെ ആയിരുന്നോ? ഇന്നലെ രാത്രിയല്ലേ? ഇന്നലെ രാത്രിയാണ്. എപ്പോഴും രാത്രിയിലല്ലേ? പക്ഷെ സൈഡിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ അത് തട്ടുമായിരുന്നു. നമ്മുടെ വണ്ടിക്ക് പെട്രോൾ ഉണ്ടോ കേട്ടോ?
നമ്മളിപ്പോ എത്ര കിലോമീറ്റർ കാണും? 860 ആയല്ലേ? അല്ല ഇപ്പൊ രാവിലെ എടുത്തതിന് ശേഷം ഇപ്പൊ 100 കിലോമീറ്റർ ആയോ? 15 ശാലു എന്റെ ഇടയ്ക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങിയല്ലേ ശാലു? ഞാനും ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ അല്ല അവൻ നോക്കിയത് കണക്കുണ്ടോ ഇല്ലയെന്ന്. നീ ഒന്നും മിണ്ടുന്നില്ല. റോക്കി ഹാപ്പി അല്ലേടാ? പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കുമെന്നാണ് അവൻ പറയണേ. അല്ല ഇന്ന് നമ്മള് വൈകുന്നേരം ആകുമ്പോ വീണ്ടും പോയി കുളിക്കൂടാ, നല്ല തണുപ്പത്ത് കേട്ടോ. വിഷമിക്കണ്ട കേട്ടാ. നമ്മള് പുതിയ വീട്ടിലോട്ട് പോകുന്നതാ റോക്കി, പുതിയ വീട്ടിലോട്ട് പോകുന്നതാ. ശാലു ഹാപ്പി ആണല്ലോ. രണ്ടുപേരും ഒരേ കളറിൽ ഇരിക്കുന്ന കേട്ടോ, മൊത്തത്തിൽ കറുപ്പ്. ഓ എത്തിയോ? ഇനിയും കിടക്കുന്നു. അല്ല ഇന്നലെ ഉണ്ടല്ലോ ശാലുമോളെ, ഇത് കഴിഞ്ഞിട്ട് രാത്രി നിർത്താന്നും പറഞ്ഞിട്ടാണ് വന്നത്. അപ്പ നിനക്ക് ഓർമ്മയുണ്ടോ? അവിടെ കൊണ്ടുപോയി നിർത്താന്ന്. ചേട്ടാ ഓക്കെ ആയിരുന്നോ? പക്ഷെ എനിക്ക് കാല് നല്ല വേദനയായിരുന്നു. കാല് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇവിടെ ഇന്നും ഇല്ല. അത് ഈ ആഹാരം ഇരിക്കുമ്പോ ബാഗ് കൊണ്ട് വെച്ചാൽ ചീത്തായി പോകത്തില്ലേ? അപ്പൊ അതവിടെ വെക്കാം. അല്ല ഇന്നലത്തെ ഇടയ്ക്ക് നീ അറിഞ്ഞില്ല, നല്ല റോഡുണ്ടായിരുന്നു അല്ലേ വിനോട്ടാ? ഇതുപോലെ ഈ കുണ്ടുകുഴിയൊന്നുമില്ല, വണ്ടി പോകുന്നതേ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അത് കർണാടകയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇത് റോഡ് ഇച്ചിരി ഇങ്ങനെ വീണല്ലേ പോകുന്നേ. പക്ഷെ ഇവിടെ കൂടുതലും കരിമ്പും ഇതുമാണുള്ളത്. എന്നാന്നറിയാവോ? ഇവിടെ കൂടുതലും കരിമ്പും ഇഞ്ചിയുമാണ് ഉണ്ടായിരുന്നത്. ഇഞ്ചി അല്ല മോനെ, ഇഞ്ചി ഉണ്ടായിരുന്നു. നമ്മുടെ പഞ്ഞി കോട്ടന്റെ നീ കണ്ടില്ലായിരുന്നോ കോട്ടന്റെ ചെടി? കണ്ടാലും അറിയണ്ടേ. അതിനകത്ത് വെള്ളം ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാവേ. വേണ്ട, ഞാൻ ഉറങ്ങുന്ന സമയത്തൊന്നും കാണിക്കണ്ട, വിളിച്ച് കാണിക്കണ്ട. ഇത് കണ്ടോ മറ്റേ ഇത് എന്താ പറയുന്നത്, ഇത് അപ്പുറത്തെ പോണ സാധനം അതാണോ? റോപ്പ് അല്ല ആണെന്ന് തോന്നുന്നു. അതെ ആണോ? ഇപ്പൊ എന്തേ കുറച്ച് തിരക്കുള്ള സ്ഥലത്തൂടെ പോകാൻ പോകുന്നു തോന്നുന്നല്ലോ കേട്ടോ വണ്ടി. മാർക്കറ്റ് ഏരിയയിൽ ചക്കല ഒന്ന് കുറച്ച് കടകളൊക്കെ കാണുന്നുണ്ട്. ഇത് നേരെ വന്ന ഞാൻ എന്നെ ഇടിച്ചിട്ട് പോകുന്നു ചോദിച്ചിട്ട്, അതെന്തോ വീട്ടിലെന്തോ വഴക്കുണ്ടാക്കി ഇറങ്ങിയതാ. ഈ പോകുന്ന ചേട്ടായി ഈ യാത്രയിൽ കൂടെ പോകുമ്പോ നമുക്കൊരു UP-യിലൂടെ പോകുന്ന ഒരു തോന്നുന്നില്ലേ? നമ്മള് ആ UP-യിലൊക്കെ നിന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന. എനിക്ക് പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നില്ല. ആണോ? ജസ്റ്റ് എഴുത്ത് മാത്രം ഹിന്ദിയിൽ വന്നേ ഉള്ളൂ. അല്ല എന്നാലും നമുക്ക് ആ ഒരു ഈ കടകളും അതും ഇതൊക്കെ ഒന്ന് കാണുമ്പോ അതിന്റെ ഒരു സൈക്കിൾ റിക്ഷ അല്ല സൈക്കിൾ റിക്ഷയൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അതുപോലെ ഈ റോഡിൽ സൈക്കിൾ റിക്ഷ കൊണ്ട് ആരാ പോകുന്നേ? പക്ഷെ അകത്തൊക്കെ കാണുമായിരിക്കും കേട്ടോ. അകത്ത് നമ്മുടെ ഈ മാർക്കറ്റ് എന്തോ സൈക്കിൾ റിക്ഷ അതൊക്കെ കാണും ഉണ്ട്. പക്ഷെ സെയിം മോഡലാണ് അതുപോലെ തന്നെ, പക്ഷെ ചവിട്ടണല്ലേ. മഹാരാഷ്ട്ര എപ്പോഴും തീരും ഇതിപ്പം? നമ്മൾ എപ്പോഴാ അടുത്ത് മഹാരാഷ്ട്ര കഴിഞ്ഞ് നമ്മൾ എവിടെ കയറുന്നേ? മധ്യപ്രദേശിൽ കയറും. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ അല്ലേ? അവിടെ ഒരു ഫാക്ടറി ഉണ്ടല്ലേ, പോകാം. നല്ല മലനിരകളുടെ പച്ചപ്പില്ലാത്ത മല. പച്ചപ്പുണ്ട്, ദൂരെ ചെറിയ പച്ചപ്പ്. മലനിരകളുടെ താഴെ കൂടെ പോകുന്നു, താഴ്വാരത്ത് കൂടെ പോകുന്നു.
ഇപ്പൊ അവിടെ പോയിട്ടുണ്ടല്ലോ ശാലു, ഞാനേ മിക്കവാറും അവരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കും. എന്നിട്ട് മലയാളികളെ കാണുമ്പോ പഞ്ചാബി സംസാരിക്കും, മൊത്തത്തിൽ വട്ടാവും. എന്നാണ് നമ്മുടെ ശിവശങ്കർ ഇല്ലേ, പുള്ളി ഡെക്കിലി പോയതുപോലെ. ചേട്ടാ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ അങ്ങ് കാര്യം നമ്മള് ചോദിച്ച അങ്ങ് കാര്യം പറഞ്ഞു. ലാസ്റ്റ് പോലീസുകാരൻ ചോദിക്കൂല്ലേ നിങ്ങൾ ഏത് ഭാഷയിലും ഏത് ലാംഗ്വേജിൽ സംസാരിക്കുന്നത്. വീണ്ടും പറയുന്ന മലയാളത്തിൽ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ പേടിച്ചു പോയി കേട്ടോ. പുള്ളിക്കാരൻ ആ സംഭവം പറയുകയും ചെയ്യണം. അവർക്ക് ദേഷ്യം വന്നല്ലേ പോലീസുകാരന്. നമ്മളോട് ദേഷ്യപ്പെട്ടു എടുക്കാന് ലാംഗ്വേജ് അറിഞ്ഞാത്തവരെന്ത് അവര് പറഞ്ഞത് മനസ്സിലാക്കുന്നത്. പോലീസുകാരന് ഹിന്ദി പഠിക്കണ്ടേ? പക്ഷെ പുള്ളിക്കാരൻ മലയാളത്തിലാ പറഞ്ഞത്, ഹിന്ദിയിലല്ല മലയാളത്തിലാ പറഞ്ഞേ. അല്ല ഹിന്ദി പറഞ്ഞാലും പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ വേറെ ആരെയും വിളിച്ചോണ്ട് വന്നിട്ടല്ലേ മറ്റേ പണി ചെയ്യുന്നവരെ വിളിപ്പിച്ചത്. ആന്ധ്രക്കാരോ അവരെല്ലാം അതെന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയോ? ഇല്ല. സംഭവം എത്രയാണ് അവിടെ നടന്നത്? അതായത് നമ്മുടെ അതിനകത്തുനിന്ന് പിന്നെ മോഷണം പോയത് ഒരു കൊച്ചിന്റെ വീട്ടിൽ നിന്ന് കയറി എത്ര 32.5 പവന്റെ സ്വർണം ആരോ എടുത്തോണ്ട് പോയി. അത് ഒരു ചൂടും ഇല്ലാതെ ഇരിക്കുന്ന എന്തൊരു പോലീസുകാരാണോ? പക്ഷെ കേരളത്തിലായതെങ്കിൽ ഇതിനേക്കാളും നല്ല സ്പീഡപ്പ് ഉണ്ടാവുമായിരുന്നു. പതുക്കെ അന്വേഷണം നടക്കുന്നത്, എന്തോ പതുക്കെ അന്വേഷണം നടക്കാതെ എന്തുവാ അവര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് വന്ന പല കേസുകളുണ്ട്. അപ്പൊ ആ മുമ്പ് വന്നപ്പോൾ അവരെന്ത് വെറുതെ ഇരിക്കുവായിരുന്നു അത്രയും നേരം? അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ നടക്കും. അപ്പത്തേക്ക് എടുത്തോണ്ട് പോയവന്മാരും അതും കൊണ്ട് പോകും. അപ്പുറത്ത് ഈ ബ്ലോക്കിലോട്ടാണ് പട്ടി പോയത്, സ്ക്വാഡ് പോയതേ. പോയത് ഈ ബ്ലോക്കിലോട്ടാണ്. പിന്നെ ചേട്ടാ നന്നായിട്ട് അറിയാന്നുള്ളതാണ്, ഈ ബ്ലോക്കിന്റെ ആ സൈഡ് ഉണ്ടല്ലോ, നമ്മൾ നടക്കാൻ പോകുന്നില്ലേ ആ ഫോറസ്റ്റ് ആ സൈഡ് പോലത്തെ സ്ഥലത്തൊക്കെ സിവിലിലോട്ട് കയറാൻ വേണ്ടി കുറച്ച് ഓപ്പൺ ഉണ്ട്. അതായത് കുറച്ച് ഭാഗം, അതായത് നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോകുന്നില്ലേ അതിന് കുറച്ച് ഇപ്പുറത്തോട്ടുള്ളടത്ത് ഒരു കെട്ടിടം പണിതിട്ട് അവിടെ മതിൽ ഇടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഡ്യൂട്ടിക്കാർ വേണ്ടത് അവിടെയൊക്കെയാണ്. അവിടെ എവിടെയോ ഒരു ഇതുണ്ട്, 1-2 ഇതുണ്ടായിരുന്നു കേട്ടോ, ഡ്യൂട്ടിയുടെ കെട്ടിടം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കാട് പിടിച്ച് കിടക്കുന്നതാ. എന്താണെന്നൊക്കെ അറിയാം, കിട്ടിയാ മതിയായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മള് പടം നോർത്ത് കയറിയതുപോലെ തോന്നുന്നില്ല. ഇല്ല, പടം വരച്ചു വരച്ചിരിക്കുന്നത് പോലെ ഇപ്പം പച്ചപ്പെല്ലാം ഉണ്ട്. ശാലി വീണ്ടും ഉറങ്ങിയോ? ഞാനോ അതായത് നമ്മള് അവിടെ വെച്ച് കഴിച്ച ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇപ്പഴാണ് അത് ശരീരത്തിൽ പിടിക്കുന്നത്. ഇത്രയും ദിവസം ടെൻഷൻ ആയിരുന്നു, അയ്യോ എങ്ങനെ എന്താണ് എന്നുള്ളതൊക്കെ. ഇപ്പൊ ആ ടെൻഷനൊക്കെ മാറി. ഇത്രയും ദിവസം ആൾക്കാർ തന്ന ആഹാരമല്ല ഇപ്പൊ ശരീരത്തിൽ പിടിച്ചു വരുവാണ്. ഇല്ല കേട്ടാ, അവിടെ ചെന്നിട്ട് 1 മാസം കഷ്ടപ്പാടാകുമ്പോ വീണ്ടും പോവും. റോക്കി എന്ത് ചെയ്യുക? ഒരു പണിയല്ലേ ഉള്ളൂ, കിടക്ക പോലും ഇല്ല. അവൻ ഇത്രയും കിടക്ക ഇച്ചിരി കുലുക്ക് പിടിച്ചാൽ എന്താ കുഴപ്പം? എന്താ എനിക്കറിയാം അത് നല്ലതായിട്ട്, അതുകൊണ്ടല്ലേ ഞാൻ ബാക്കി ഇരിക്കാത്ത. ചേട്ടാ അത് എന്നാന്നറിയോ, സുഖമാണ്. ഈ നമ്മൾ ഇതുപോലെ
ഈ റോഡിൽ എന്താ പറഞ്ഞ കുണ്ടും കുഴി, അതുപോലെ ഇതിനെന്താ പറയുന്നത്, ഇതിലേക്ക് മറ്റേ കരയുടെ അടുത്തൊരു സാധനം വെച്ചിട്ടുള്ള അതിനെന്താ പറയുന്നത്? ആ അതിന്റെ മണ്ടിലൂടെ കേറുമ്പോണ്ടല്ലോ, ആ ടയർ കേറുമ്പോ ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നില്ലേ ചാലു? എനിക്കിപ്പോ തോന്നണെല്ലാം പോയിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് ഇല്ല. എന്താ ചാലു? ഓ മക്കള് തൊടുന്നു പോലെ അവള്. നീ ഇതിനാണ് അവള് തൊടുന്നേ? അടി കൊടുക്കായ നമുക്ക് ചേച്ചിക്ക്. അയ്യോ നടുക്കോട്ട് അവൻ ഈ സൈഡ് കൊടുക്കുന്നേ. കുറച്ച് സമയം നീ അപ്പുറ സൈഡിൽ പോ. തീർന്നില്ല പ്രശ്നം. കൂടെ വണ്ടി കിടന്ന് അടിയാ. നീ അങ്ങോട്ട് ദേഷ്യം വന്നു. എന്തിനാ നോക്കി ദേഷ്യം വന്നേ? നോക്കി ദേഷ്യം വന്നേ. നോക്കിക്കൊണ്ടിട്ട് ദേഷ്യം വന്നേ. ഓ ദേഷ്യം വന്നു. ഓ ഐ ആ മതി മതി, രണ്ടും കൂടെ വഴക്കുണ്ടാക്കണ്ട. ഇത്ര ദിവസം നോക്കിക്കൂട്ടാന്നൊക്കെ വിളിച്ചോട്ടോ. ഇത്രേ ഉള്ളൂ. നിന്റെ വർഗത്തിന്റെ പേര് വിളിക്കുമ്പോ നിനക്ക് ഓക്കെ ആണല്ലേ? വിനോട്ട ഉടുപ്പി ഫാമിലി റെസ്റ്റോറന്റിൽ കയറി എന്തായിട്ടാ ചെയ്തത്? ഒരു ചായ കുടിക്കാനാണ് ഈ വലിയൊരു ഇതിനകത്ത് കയറി ഒരു ചായ കുടിച്ചു. നല്ലതായിരുന്നോ ചായ? പക്ഷെ അതിന്റെ അടുത്ത് മസാലയൊക്കെ ഇടുന്നതാണെന്ന് തോന്നുന്നു. മസാലയുടെ പടമൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ചായ കുടിച്ചു. റോക്കിയുടെ ബഹളം നോക്കിക്കേ, ഭയങ്കര ചൂട് കേട്ടോ. അതാ ഇവന്റെ ഇത്ര സൗണ്ട്. കിതപ്പ് 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 കിതപ്പ്. കാറ്റടിക്കുന്നത് ഫാനും കൂട്ടാം. കുറച്ച് നേരം കാറ്റടിക്കട്ടെ അതിന്. പിന്നെ ശാലു മൊബൈലിൽ കളിക്കുന്ന, ശാലു അവിടെ ഇരുന്ന് മൊബൈലിൽ കളിക്കുന്ന. ഇച്ചിരി മൊബൈൽ നോക്കട്ടെ. നേരത്തെ എന്തിനാ? ആണോ? ഞാൻ ചേട്ടാ ഈ വേർത്ത് കാണുന്നു. ഞാൻ ഈ വിനോദത്തിനായിട്ട് വേർത്ത് വന്നു. ഇവിടെ കൂടി ഇറങ്ങി വരുന്നോക്ക്. അവിടെ അത്ര ഇടിച്ച് പറക്കി വെച്ചിരിക്കുന്ന കേട്ടോ. ആ വണ്ടിയുടെ ഇതിന്റെ അടുത്ത് ഷോട്ട് ഇങ്ങനെ ആവാനേ. അത് നമ്പർ എഴുതി കിട്ടില്ലേ? സ്റ്റോർ ചെയ്തിട്ടില്ലേ? വാട്സാപ്പ് നമ്പറല്ല, വാട്സാപ്പ് നമ്പറൂടെ കാണുമല്ലോ. ഇവിടെ എന്തുവാ? തക്കാളിക്ക വിളവെല്ലാം കഴിഞ്ഞിട്ട് ഇലയെല്ലാം ഉണങ്ങി. പക്ഷെ ഒന്ന് രണ്ടിടത്ത് ഇങ്ങനെ പഴുത്ത തക്കാളിക്ക് ഞാൻ നിൽക്കുമല്ലോ, അത് നിൽക്കുന്നുണ്ട്. തക്കാളിയാണെന്ന്. ഞാൻ കണ്ടിട്ടില്ല. നീ എവിടെ നിന്ന് എടുത്തേ? ചെരുപ്പിന്റെ അകത്തോ? ഷൂവിനെ വെളിയിൽ പോയി, ബാഗിൽ പോയി. ഹെഡ്ഫോൺ ഷൂവിനകത്ത്. അജ്മൂലായിരുന്നു. അത് ചേട്ടാ ഇങ്ങ് എടുത്തു. ലാപ്ടോപ്പിനകത്താണോ? ചെൽവാടി എല്ലോറ ഓരോ സ്ഥലങ്ങളുടെ പേര്. എല്ലോറ എല്ലോറ കേവ്സ്. എല്ലോറയിലെ കേവ്സ് ആണ്. എല്ലോറ കേവ്സ്.
വെയിൽ വേണം, വെയിൽ മൊത്തം വെയിലുണ്ടെങ്കിൽ ഇതൊക്കെ പൂക്കുള്ളൂ. വെയിലും വെള്ളവും വേണം. ചെടി നട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വാഴ നട്ട് വെച്ച് കഴിഞ്ഞാൽ ചെടി പൂക്കും. ചെടി കൊണ്ടുവച്ചിട്ട് മുട്ടങ്ങിട്ട് വാഴ കൊണ്ടുവയ്ക്കുന്നത്. വാഴയുടെ മൂട്ടിൽ കൂടെ ചെടി വെച്ചെന്നത് ശരിയാ. ചെടി നട്ടു, അതിൻ്റെ അപ്പുറത്ത് വാഴ നട്ടു. അപ്പൊ വാഴ ചെടിയുടെ മുകളിൽ കൂടെ വന്നില്ലേ? അപ്പൊ ഇതിനെങ്ങനെ അപ്പൊ വെയിലിട്ട് അതുപോലെ നമ്മുടെ മീൻകുളത്തിൽ കിടക്കുന്ന മീനുകള് അതിനൊന്നും വിറ്റാമിൻ ഡി കിട്ടുന്നില്ലായിരിക്കും വെയിലില്ലാതെ. കിട്ടുന്ന ഫുഡിലുണ്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം യാത്രയിൽ 1000 കിലോമീറ്റർ ചെയ്യാൻ പോകണം. 7 കിലോമീറ്റർ കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ ആവും. 1400 കിലോമീറ്റർ. നാളെ എത്തില്ല, അപ്പൊ മറ്റന്നാളെ എത്തുള്ളൂ. ചാലു എനിക്ക് തണുക്കണം. ബേക്കിൽ ചൂടാണ്. അവനെ കിടക്കട്ടെ. കുറച്ചേരം അവന്റെ കഥപ്പങ്ങ് മാറ്റിട്ട് ഇപ്പൊ സ്പീഡ് ഒക്കെ ആയി തണുക്കട്ടെ വിചാരിച്ചു. ചൂടുണ്ടല്ലോ. ഫാൻ ഒന്നുകൂടെ കൂട്ടിക്കും. ഞാൻ എൻ്റെ സൈഡിലെ ഫാൻ ഓഫ് ചെയ്യാം. ആ ചെയ്തു. അത് മതിയല്ലോ. ഞാൻ ഇത്ര നേരം അങ്ങനെയല്ലേ ചെയ്തിരുന്നേ. കൃഷിപ്പാടം എല്ലായിടത്തും പരുത്തി കൃഷിയാ കേട്ടോ. കൂടുതലും പരുത്തി കൃഷി. നമ്മളിപ്പോ ഒരു മരത്തിനകത്തോട്ട് ഫോറസ്റ്റ്. മഹാരാഷ്ട്ര ഉണ്ടെന്നാണ്. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. കയറിയതേ ഉള്ളൂ. 16 കിലോമീറ്റർ ഫോറസ്റ്റ്. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ പുലി, ആന, ആനയില്ലേ? മയിലിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. പകുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡ് എന്താണെന്നോ പൊക്ക പോലെ. ഇതിപ്പോ നമ്മുടെ ഏതൊരു താഴോട്ട് ഇറങ്ങുന്നത് പോലെ ഉണ്ടെന്നോ നമ്മുടെ നാട്ടിലെ ഹൈറേഞ്ച് സീരിയടുത്ത് പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. അതൊന്നും കാണാൻ പറ്റുന്നില്ല. അത് അവിടെ ഇറങ്ങി നിന്നിട്ട് ഞാൻ നോക്കിയാ പറയാം. അവിടെ കൂടെ അങ്ങ് അറ്റത്തോട് ഞാൻ ഒരു വണ്ടി പോകുന്നത് കണ്ടായിരുന്നു. ഇതിലും കൂടെ കാണാൻ പറ്റിയില്ല. അല്ലാതെ ഞാൻ എത്തിച്ചു. പതുക്കെ പോയാൽ മതി. വളമൊക്കെ ഉള്ള സ്ഥലമാണ്. വണ്ടി ഇതായി കഴിഞ്ഞ് പിന്നെ അവര് നമ്മളെ ട്രോഫിക്കാക്കി ഒരു വണ്ടി ഗ്ലാസ് അവന്റെ സൈഡിൽ ഗ്ലാസ് ആദ്യം ഇത് അതിനെ പറ്റിയാവോ. എന്തുവാ അവിടെ? കുഴിയാണോ? എന്തുവാ? അയ്യോ ഇത് അടിപൊളി. നല്ലൊരു ഇതെന്ത് കേട്ടാ? നല്ല ഒരു കൊക്ക. വേണ്ട, ഫോൺ അങ്ങോട്ട് വെക്കാൻ പേടിയാ. പിടിച്ചേക്കട്ടെ, എനിക്ക് തലറുന്നു. ഓക്കെ രസമുണ്ടല്ലേ. ഷാലു വാ 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 വാ. ഒരു കെട്ടാ, നല്ലൊരു കെട്ടാ. റോക്കി വരണ്ട, റോക്കി ഇവിടെ നിന്നാ മതി. വണ്ടി
ഇവിടെ നോക്കിയേ. ഇത് പൊടി നോക്കൂ. നീ ഇങ്ങോട്ട് നീങ്ങിയില്ലേ? എനിക്ക് പേടിയാവുന്നു. അത് നോക്കിയാ അവിടെ പടം വരച്ച് വെച്ചിരിക്കണല്ലേ ഉണ്ടല്ലേ. കൃഷിയായിരിക്കും അത്, എന്തെങ്കിലും നട്ടിരിക്കുന്നതാ ഈ ഒന്നും ഇല്ലാതിരിക്കുന്നത്. ചിറ്റി ദേ അങ്ങോട്ട് നോക്കി, ദേ അവിടെ അവനോട് നോക്കുവാ. എന്നെ പറ്റി അവിടെ നോക്കുവാണോ? നമുക്ക് ഇവിടെ വന്നാ കാണാൻ പറ്റത്തില്ല. സിഗരറ്റിന്റെ മണവാ. വയനാട് പോകുന്നല്ലേ ചേട്ടാ? വയനാട് പോകുന്ന പോലെ. വയനാട് ഇറങ്ങുന്നേ പിന്നെ ചുരം ഇറങ്ങുന്ന ഒരു. പക്ഷെ ഇന്നലെ ചേട്ടാ എനിക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. നല്ല രസമുണ്ട്. താഴ്വാരമൊക്കെ നോക്കിയേ, ഒരു മൂടൽ മഞ്ഞും. ഇത് ഫുള്ള് ഇവിടുന്ന് നടന്ന് പുലിയൊക്കെ ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചേട്ടൻ ഗ്ലാസ് ഒക്കെ താത്തിട്ടെ. ഏത് ലങ്കൂർ കേട്ടോ. എന്നിട്ട് മുട്ടായി വേണോടാ? മുട്ടായി വേണോ? അത് നോക്ക്, എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ. അത് ആ ചിരിച്ചോട് മുട്ടായി വേണം. ചേട്ടാ ചാടി റോക്ക് ചാടരുതേ. അവന് ദേഷ്യം വന്നു കേട്ടോ ഞാൻ ചോദിച്ചത്. കൊരങ്ങനെ നിന്റെ ഭാഷ മനസ്സിലായി കാണാം അവന്. നിന്റെ ഭാഷ ഉണ്ടല്ലോ അതിന് മനസ്സിലായി കാണും. അതെന്നെ ഒരു വഴക്ക്. ഞാൻ മുട്ടായി വേണോന്നേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ല ഏട്ടാ. ഷീറ്റല്ല, അത് വെള്ളവാ. അതെന്തോ കൃഷി, അത് കാണാനില്ല. എന്തോ കൃഷിയാ അത്. അതെന്തോ കളർ കൃഷിയാ. ഒന്ന് സ്പീഡ് കുറച്ചേട്ടാ. എന്തോ കൃഷി, ഇത് കൃഷിയിടോ അല്ല പച്ചളപ്പായിരിക്കും. അതിപ്പോ നമുക്കിവിടെ കാണുമ്പോ ഞാൻ മറിഞ്ഞടിച്ച് വീഴാൻ പോണ പോലെയൊക്കെ ഉണ്ട്. എനിക്ക് പോകുന്ന വഴിക്ക് ഞാൻ മറിഞ്ഞടിച്ച് വീഴാൻ പോകുന്ന പോലെയൊക്കെ ഉണ്ട്. ഫോണ് വെളിയിലിടുന്ന സൂക്ഷിച്ചിടണേ. കൊരങ്ങനാണോ? അല്ല, ഗ്ലാസ് താഴ്ത്തിട്ടൊക്കെയാ. ഷീറ്റ് ഇടുവാണ് അവിടെ. ഒരു മിനിറ്റ്, നിർത്താൻ പറ്റത്തില്ലല്ലോ. അത് സോളാർ പാനല്. അയ്യോ പിന്നെ ചേട്ടൻ എങ്ങനെ മനസ്സിലായി വെക്കുന്നത്? നോട്ടത്തിൽ കണ്ടാ മനസ്സിലായിക്കൂടെ? ശാലു നമുക്കേ ഇറങ്ങി അങ്ങോട്ട്. അത് കറുത്താണോ ഇരിക്കുന്നേ ഏട്ടാ? നീല കളറല്ലേ? കറുത്താണോ ഇരിക്കുന്നേ? തെറ്റ് പറ്റിയാ
പപ്പയ്ക്ക് ആലോചിച്ചിട്ട് ചിരി വരും. പപ്പ രാജ്യം ചിരിക്കണ്ട. ഈ മുട്ടായി കഴിച്ചോണ്ടിരുന്നേ. ഏട്ടന് ആലോചിച്ചിരിക്കുക എന്തുവാ? അത് കൊറേ ഉണ്ടല്ലോ. അതാ ഞങ്ങള് പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് തോന്നിയത് അത് കൃഷിയായിരിക്കും എന്ന്. എനിക്ക് അങ്ങോട്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ, ഞാൻ ഒറ്റ പ്രാവശ്യം നോക്കിയതല്ലേ ഉള്ളൂ. കളിയാക്കുക. എന്തോ ഇവിടെ താഴെ റോഡേ വന്ന ലോറിയാണ് ഇത്ര അടുത്ത് കയറി വന്നെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ വെള്ളം, അത് വെള്ളമാണെന്ന് എനിക്കറിയാം. കണ്ടോ അങ്ങോട്ട് കണ്ടോ, ചെറിയൊരു കളർ വ്യത്യാസം പോലെ കാണുന്നേ. ഈ ലോറിയാണല്ലോ ഈ കയറി വരുന്നെന്ന് പറഞ്ഞേ. ഏത്? ഇനി ഏകദേശം മാറി, റോഡിന് ഇച്ചിരി വീതി കൂടിയല്ലോ. ഇറങ്ങി കേട്ടോ നമ്മള്. ദൈവമേ, നമ്മൾ അതിന്റെ മുകളിൽ കൂടെയൊക്കെ ചാലു വന്നേ. എന്റെ റോക്കി കൂടെ നോക്കുവാണോ, കാഴ്ചകൾ കാണുവാണോ? കൊള്ളാവോ റോക്കി കാണാൻ? റോക്കിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കാറ്റിൽ പറന്നു പോകുന്നല്ലോ ഒന്ന് റോക്കി കേട്ടോ. റോക്കി പറന്നു പോകുന്നു. ശരിക്കും അതിരിക്കും. ഇപ്പോഴും ഞങ്ങൾ മഹാരാഷ്ട്രയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയായി, 1:10. അപ്പം ഞങ്ങൾ വിചാരിച്ചു വല്ലതും കഴിച്ചിട്ട് ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്ന്. റോക്കി ഒന്ന് പുറത്തിറക്കി. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങാം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ്, മോര് കാച്ചിയത്, ചിക്കൻ പൊരിച്ചതും ഉണ്ട്. അപ്പം ഷാലുവിന് ഇത് മതി എന്ന് പറഞ്ഞ്, അച്ചാറ് വേണ്ട. ഇന്ന് ഷാലു കഴിച്ചോ. ചേട്ടായിക്ക് ലെമൺ റൈസും ചിക്കനും തൈരും ഉണ്ട്, മോര് കാച്ചിയതും ഉണ്ട്. ഏത് വേണോ കഴിക്കാം. അച്ചാർ വേണേട്ടോ? മറിയുമോ എന്തോ. അവിടെ ഒരു മിനിറ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ. എനിക്കവിടെ ഒന്നും ചെയ്തിട്ടില്ല. മതിയോ? മരുന്നെങ്കിൽ പിന്നെ മറ്റേ ചോറ് ശകലം കഴിച്ചാൽ മതി. തൈര് വേണോ? മോര് തൈര് തരട്ടെ? തൈര് വേണോ? മോര് വെച്ചത് വേണോ? ഞങ്ങൾ കളഞ്ഞേക്കണേ. ഇപ്പം എടുക്കും ഒരു കഷ്ണം മാങ്ങ അച്ചാറ്. സ്പൂണൊന്നും ഇനിയിപ്പോൾ എടുക്കാൻ എവിടെയാണെന്ന് അറിയത്തില്ല. ചേട്ടാ ഇത് കഴിച്ചോ.